ഹായ് ഓൾ. റിയൽ നമ്പേഴ്സിൻ്റെ ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 3 വീഡിയോ ആണിത്. ഇതിനു മുമ്പ് 2 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പാർട്ട് 1 ആൻഡ് 2. ഇത് നമ്മളുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് അവൈലബിൾ ആണ്. കൂടാതെ ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും ഈ ചാപ്റ്ററിലെ മെയിൻ കോൺസെപ്റ്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു 5ഓളം വീഡിയോസും നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ കോൺസെപ്റ്റ്സ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 25 വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ്. 26ാമത്തെ ചോദ്യം നോക്കിക്കോ. ഇഫ് മോഡ് എക്സ് മൈനസ് 2 is equal to 3, വാട്ട് ഈസ് എക്സ് എന്നാണ് ചോദിച്ചത്. മോഡ് എക്സ് മൈനസ് 2ൻ്റെ വാല്യൂ 3 ആണ്, അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണ്? ഇതേ മോഡൽ ചോദ്യം നമ്മൾ ഒരുപാട് ചെയ്താലേ, ഇത് പാർട്ട് 1ലും 2ലും ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് റെഫർ ചെയ്യാം. അപ്പോൾ ഒന്ന് നോക്കാം എങ്ങനെയാണ്. 26ാമത്തെ ചോദ്യം, എ ക്വസ്റ്റ്യൻ. മോഡ് എക്സ് മൈനസ് 2 is equal to 3 ആയാൽ എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. മോഡ് എക്സ് മൈനസ് 2 is equal to 3. നോക്കിക്കോ, ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതും? മോഡ് എക്സ് മൈനസ് 2ൻ്റെ ജോമെട്രിക്കൽ മീനിങ് എഴുതി വെക്കും. എന്താ ജോമെട്രിക്കൽ മീനിങ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ്, നോക്കുക, ഈ മൈനസ് കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ ഏതാ? 2. അപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 2 അതെത്രയാണ്? 3 ആണ്. നമ്മൾ ചെയ്യുന്ന പരിപാടി, ഒരു നമ്പർ ലൈൻ വരയ്ക്കും. ഈ നമ്പർ ലൈനിൽ ആദ്യം നമ്മളൊരു എക്സിനെ മാർക്ക് ചെയ്യും. നോക്കുക, എക്സിനെയല്ല, നമുക്കറിയാവുന്ന ആളെ, ഈ 2-നെല്ലാം അറിയാം. അപ്പോൾ ആ 2-നെ അവിടെ മാർക്ക് ചെയ്യും. ഇവിടെ ഒരു 2 ഉണ്ട്, ജസ്റ്റ് ഒരു 2 ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2ഉം എക്സും നമ്മളുടെ ഡിസ്റ്റൻസ് എത്രയാണ്? 3 അല്ലേ? അപ്പോൾ എക്സ് എവിടെയാണ് വരിക? ഈ 2-ന്ന് 3 യൂണിറ്റ് മാറിയിട്ട്. 3 യൂണിറ്റ് മാറുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് മാറാം. നോക്കിക്കോ, റൈറ്റ് സൈഡിലേക്ക് മാറുകയാണെങ്കിൽ 2 + 3 എന്ന് വരും. 2 + 3 എത്രയാണ്? 5 എന്നാണ് ആ നമ്പർ വരിക. ഇനി അതല്ലെങ്കിലോ ലെഫ്റ്റ് സൈഡിലേക്ക് മാറാം. ലെഫ്റ്റ് സൈഡിലേക്ക് മാറുമ്പോൾ എന്ത് വരും? -3 എന്ന് വരും. ശ്രദ്ധിക്കുക, -3 യൂണിറ്റാണ് മാറുന്നത്. അപ്പോൾ 2 - 3 എന്നാണ് വരിക. 2 - 3 എത്രയാണ്? -1. അപ്പോൾ എക്സിന് ഇവിടെ 2 വാല്യൂസാണ് പോസിബിൾ ആയിട്ടുള്ളത്. ഒന്നാരാണ്? -1 ആണ്. എക്സ് is equal to -1. അതല്ലെങ്കിൽ എക്സ് is equal to 5 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എന്താണ്? പോസിബിൾ ആണ്. അപ്പോൾ എക്സ് 2 വാല്യൂസാണ് ഇവിടെ ഉള്ളത്, -1ഉം 5ഉം. എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നേരെ ബി ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ബി ക്വസ്റ്റ്യൻ, ഇഫ് മോഡ് എക്സ് മൈനസ് 2 is equal to മോഡ് എക്സ് മൈനസ് 8, ദെൻ വാട്ട് ഈസ് മോഡ് എക്സ് മൈനസ് 2 പ്ലസ് മോഡ് എക്സ് മൈനസ് 8 എന്നാണ് ചോദിച്ചത്. മോഡ് എക്സ് മൈനസ് 2 മോഡ് എക്സ് മൈനസ് 8ഉം ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടാളും കൂടെ കൂട്ടിയാൽ എന്താണ് കിട്ടുക? നോക്കി നോക്കാം. മോഡ് എക്സ് മൈനസ് 2 is equal to മോഡ് എക്സ് മൈനസ് 8. അവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഇതിനു മുമ്പത്തെ വീഡിയോസിലായിട്ട് ചെയ്തു. എന്താ മോഡ് എക്സ് മൈനസ് 2ൻ്റെ മീനിങ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 2. എക്സും 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് മോഡ് എക്സ് മൈനസ് 2. ഇനി മോഡ് എക്സ് മൈനസ് 8 എന്ന് പറഞ്ഞാലോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 8. എക്സും 8ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ രണ്ടാൾക്കാർ എന്താണെന്നാണ് പറഞ്ഞാൽ? ഈക്വൽ ആണെന്നാണ് പറഞ്ഞത് അല്ലേ? നമ്മൾ ഇനി നിന്ന് എക്സിൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടുക. നോക്കിക്കോ, നമ്മൾ ജസ്റ്റ് എന്ത് വരയ്ക്കും? ഒരു നമ്പർ ലൈൻ വരയ്ക്കും. ഓക്കെ, അതിൽ നമുക്ക് അവിടെ അറിയാവുന്ന ആളുകൾ ആരൊക്കെയാണ്? 2-നെ അറിയാം. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ആരുണ്ട്? 8 ഉണ്ട്. ഇനി എക്സ് എന്ന് പറഞ്ഞൊരു ചെങ്ങായി ഉണ്ട്. ആ എക്സിൽ നിന്ന് 2ലേക്കും 8ലേക്കും ഒരേ ഡിസ്റ്റൻസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എവിടെയേ വരുള്ളൂ? എക്സ് എന്ന് പറഞ്ഞാൽ ഈ മിഡ് പോയിൻ്റേ വരുള്ളൂ. എക്സ് ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് 2 and 8. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? മോഡ് എക്സ് മൈനസ് 2ഉം മോഡ് എക്സ് മൈനസ് 8ഉം പ്ലസ് ചെയ്യണം. ശരിക്കും ഇവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. മോഡ് എക്സ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 2. അപ്പോൾ നോക്കിക്കോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 2 എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരമല്ലേ വരിക? ആണ്. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 8 എന്ന് പറഞ്ഞാലോ ഈ ദൂരമാണ് വരിക. അപ്പം ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ എന്താ കിട്ടുകയെന്ന് ചോദിച്ചാൽ, ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 and 8 ആണ് വരിക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 and 8 അത് കണ്ടുപിടിച്ചാൽ മതി. അത് എത്രയാണ്? 6 യൂണിറ്റ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ മിഡ് പോയിൻ്റ് ആയ എക്സ് ആദ്യം കണ്ടുപിടിച്ച് ഈ എക്സ് മൈനസ് 2 കണ്ടുപിടിക്കാം, എക്സ് മൈനസ് 8 കണ്ടുപിടിക്കാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് തന്നെ എഴുതി വെക്കുന്നുള്ളൂ. എക്സ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് എഴുതി വെച്ചു? 2-ൻ്റെയും 8-ൻ്റെയും മിഡ് പോയിൻ്റ് ആണെന്ന് എഴുതി വെച്ചു. എന്നിട്ട് ശേഷം ഞാൻ എഴുതുകയാണ് മോഡ് എക്സ് മൈനസ് 2 പ്ലസ് മോഡ് എക്സ് മൈനസ് 8. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് തൊട്ടടിയിൽ എഴുതി വെക്കുക. എന്താ മീനിങ്? ഡിസ്റ്റൻസ്
between x and 2 plus distance between x and 8. ഈ രണ്ടാളെയും പാടെ പിടിച്ച് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? നോക്കുക, കൂട്ടാനാണ് പറഞ്ഞത്. മേലെ ഫിഗറിൽ തന്നെ ക്ലിയർ ആണ് എക്സ് എവിടെയാണെന്നൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഫിഗറിൽ എക്സ് എവിടെയാണ്? 2ൻ്റെയും 8ൻ്റെയും കറക്റ്റ് നടുവിൽ. അപ്പോൾ എക്സ് എന്ന് 2ലേക്കുള്ള ഡിസ്റ്റൻസും എക്സ് എന്ന് 8ലേക്കുള്ള ഡിസ്റ്റൻസും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2ഉം 8ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കിട്ടുക. ആ സാധനങ്ങളൊക്കെ മേലെ അങ്ങനെ ഒരു മാർക്കിംഗ് കണ്ട് ചെയ്ത് വെച്ചാൽ ക്ലിയർ ആണ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, അതാണ് എഴുതി വെക്കുക. അപ്പോൾ ഈ രണ്ടും കൂടെ കൂട്ടി എന്താ കിട്ടുക? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 and 8 ആണ് കിട്ടുക. 2ഉം 8ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാടാ? മോഡ് 8 - 2 എന്നോ 2 - 8 എന്നോ ഒക്കെ എഴുതാം. 8 - 2 എത്ര കിട്ടും? 6. മോഡ് 8 - 2 എന്ന് പറഞ്ഞാൽ 6 യൂണിറ്റ് എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? 6 യൂണിറ്റ് എന്നുള്ളതാണ് ആൻസർ. ഇനി ഇതിൻ്റെ നേരെ സി ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നോക്കിയോ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇഫ് മോഡ് x - 2 പ്ലസ് മോഡ് x - 8 is equal to 6, then find the integer values of x. മോഡ് x - 2ഉം മോഡ് x - 8ഉം കൂട്ടിയാൽ എന്ത് കിട്ടണം? 6 കിട്ടണം. then find the integer values of x. ശ്രദ്ധിക്കുക മക്കളെ, ഈ 6 എവിടുന്ന് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ 6 എവിടുന്നാണ് വന്നത്? നിങ്ങൾ വേറെ എവിടേക്കും നോക്കണ്ട. തൊട്ട് മുമ്പത്തെ സബ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ രണ്ട് ആൾക്കാരുടെ വാല്യൂ എത്രയാണ്? 6 ആണെന്ന് പറഞ്ഞു അല്ലേ? അവിടെ ഒരു കണ്ടീഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഡ് x - 2 മോഡ് x - 8 എന്താണ്? ഈക്വൽ ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്തില്ല, ഇവർ ഈക്വൽ അല്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ നമ്മുടെ പഴയ സിലബസ് പ്രകാരം ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ഉണ്ടായിരുന്ന ചോദ്യങ്ങളാണ്. പുതിയ സിലബസിൽ ഈ ചോദ്യങ്ങളില്ല, പക്ഷേ കോൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ ആവശ്യമായത് സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ ജസ്റ്റ് പറഞ്ഞു പോകാമെന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു നമ്പർ ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. നമ്പർ ലൈനിൽ നിങ്ങൾ ഈ 2നെയും 8നെയും മാർക്ക് ചെയ്യണം. x - 2 എന്നുള്ളിടത്ത് 2ഉം x - 8 എന്നുള്ളിടത്ത് 8നെയും മാർക്ക് ചെയ്യാം. അതിവിടെ എത്രയാണടാ? 2 ഇവിടെ ഉണ്ടാവും. 8 എന്ന് പറഞ്ഞ ആൾ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. ശേഷം ഈ 2ഉം 8ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ അത് കണ്ടുപിടിക്കേണ്ട, ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. കാരണം നമ്മൾ അതിൻ്റെ ബി ക്വസ്റ്റ്യനിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് 2ഉം 8ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്? 6 ആണ്. ഈ 6 നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെയുണ്ട്. ഈ രണ്ടാളെയും കൂട്ടിയാൽ 6 ആണ് കിട്ടുക എന്നാണല്ലോ പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ചോ, ഈ എക്സിൻ്റെ വാല്യൂ എവിടെയാണ് വരിക എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ 2 ആയിരിക്കും എക്സ്, അല്ലെങ്കിൽ ആരായിരിക്കും? 8 ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ 2ൻ്റെയും 8ൻ്റെയും ഇടയിലുള്ള ഏത് നമ്പർ വേണമെങ്കിലും വരാം. ഞാനൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഒന്നെങ്കിൽ ആരായിരിക്കും? ഒന്നെങ്കിൽ 2 ആയിരിക്കും എക്സിൻ്റെ വാല്യൂ, അതല്ലെങ്കിലോ 8 ആയിരിക്കും, അതല്ലെങ്കിൽ 2ൻ്റെയും 8ൻ്റെയും ഇടയിലുള്ള ഏത് വാല്യൂസും. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ സിലബസ് പ്രകാരമൊക്കെ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതെന്ന് തന്നെയുള്ളൂ. അപ്പോൾ നോക്കുക, എക്സിൻ്റെ വാല്യൂസ് ആരൊക്കെയാണ് വരിക? അവിടെ എക്സിൻ്റെ വാല്യൂസ് ജസ്റ്റ് എഴുതി വെച്ചാൽ മാത്രം മതി. x = ഒന്നെങ്കിൽ 2 വരാം അല്ലേ, അതല്ലെങ്കിലോ 8ഉം വരാം. ഇനി 2ൻ്റെയും 8ൻ്റെയും ഇടയിലുള്ള ഏത് വാല്യൂസ് വേണമെങ്കിലും വരാം. പക്ഷേ നമ്മളോട് ആരേ ചോദിച്ചിട്ടുള്ളൂ? ഇൻറ്റിജർ വാല്യൂസ് ആരൊക്കെയെന്നേ ചോദിച്ചിട്ടുള്ളൂ. ഇൻറ്റിജർ വാല്യൂസ് ആരാ? ഇൻറ്റിജർ -1 -2 -3 എന്ന് പറഞ്ഞു പോകുന്ന ആളുകളും 0യും 1 2 3 4 5 എന്ന് പറഞ്ഞു പോകുന്ന ആളുകളോ. അപ്പോൾ 2ൻ്റെയും 8ൻ്റെയും ഇടയിലുള്ള ഇൻറ്റിജേഴ്സ് ആരൊക്കെയാ? 2 കഴിഞ്ഞാൽ 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. പിന്നെ നമുക്ക് 8ഉം കൂടെ വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8ഉം ഇവിടെ എഴുതി വെക്കാം. അപ്പോൾ 2 3 4 5 6 7 8 അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 27. ക്വസ്റ്റ്യൻ നമ്പർ 27 എന്താ നോക്കാം. എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ബി ആസ് സെൻറ്റർ. ഈ കാണുന്ന ബി സെൻറ്റർ ആക്കിയിട്ട് എന്ത് വരച്ചിട്ടുണ്ട്? ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ. ദ സർക്കിൾ ഈസ് പാസിംഗ് ത്രൂ ദ പോയിൻറ്റ്സ് പി ആൻഡ് ക്യൂ ഇൻ ദ നമ്പർ ലൈൻ. ശരിക്കും ഓൺ ദ നമ്പർ ലൈൻ എന്നല്ലേ വരിക? ഓക്കെ. സർക്കിൾ എയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, പിയിലൂടെയും ക്യൂയിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്. പിയും ക്യൂ ആരാണ്? നമ്പർ ലൈനിലെ നമ്പേഴ്സാണ്. ബാക്കി പി റെപ്രസെൻറ്റ് 1 ആൻഡ് ബി റെപ്രസെൻറ്റ് -1. ശ്രദ്ധിക്കണേ, ബി നമ്മളെ സർക്കിളിൻ്റെ സെൻറ്റർ ഏതാണ്? -1 ആണ്. ഇനി പി, ഈ പി എന്ന് പറഞ്ഞ പോയിൻ്റ് എത്രയാണ്? 1 ആണ്. എന്നിട്ട് നിങ്ങളോട് ചോദിച്ച് ഇതിൻ്റെ ഇടയിൽ ഇവിടെ 0 എന്ന് കാണിക്കുന്നത് -1ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള 0 എന്ന് പറഞ്ഞ നമ്പറാട്ടോ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് സർക്കിൾ? സർക്കിളിൻ്റെ റേഡിയസ് എന്താണ്? മക്കളെ നോക്കിക്കോ, ഇവിടെ നിന്ന് തന്നെ നമുക്ക് പറയാം. സർക്കിളിൻ്റെ റേഡിയസ് ഈ ബി മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ? ഈ ഡിസ്റ്റൻസ് അല്ലേ?
അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതി വെക്കാം? സീക്കൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ -1 ആൻഡ് 1 എഴുതി വെക്കാം. ആ -1ഉം 1ഉം നമ്മൾ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാണുക? മോഡ് -1 നമ്മുടെ ഒരു വക മൈനസ്, പിന്നെ അടുത്ത 1. അപ്പോൾ മോഡ് -1 എത്ര കിട്ടും? മോഡ് -2 എന്ന് കിട്ടും. മോഡ് -2 എത്രയാ? 2 ആണ്. 2 യൂണിറ്റ് എന്നാണ് സർക്കിളിൻ്റെ എന്ത് കിട്ടുക? റേഡിയസ്. എന്ന് വെച്ചാൽ ഇവനും -1ഉം 1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2 യൂണിറ്റ് ആണ്. ഓക്കെ, എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു. ഇനി ബി ക്വസ്റ്റ്യൻ, വിച്ച് നമ്പർ റെപ്രസെൻറ്റ് ദ പോയിന്റ് ക്യൂ? ഈ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് ഇല്ലടാ, അത് ഏതാണെന്നാണ് ചോദിച്ചത്, ഏത് നമ്പറാണെന്നാണ് ചോദിച്ചത്. നോക്കുക, ബിയിൽ നിന്ന് പിയിലേക്ക് എത്രയാണ്? 2 യൂണിറ്റ്. അപ്പോൾ അതേ 2 യൂണിറ്റ് തന്നെയല്ലേ തിരിച്ച് ഇപ്പുറത്തെ സൈഡിലേക്കും വരേണ്ടത്. കാരണം എന്താ? സർക്കിളാണ്, റേഡിയസ് എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ തന്നെ എഴുതി. ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളെങ്ങനെ കിട്ടുക? ദേ -1 നിന്ന് 2 യൂണിറ്റ് ഇപ്പുറത്തേക്ക്. അപ്പം ബാക്കോട്ട് വരുമ്പോൾ നമ്മൾ മൈനസ് ചെയ്യല്ലേ വേണ്ടത്? 2 യൂണിറ്റ് മൈനസ് ചെയ്യേണ്ടി വരും. -1 -2 -1 -2 എത്രയാ? -3. അപ്പം -3 യൂണിറ്റ് എന്നൊന്നും എഴുതി വെക്കരുത്, പോയിന്റ് ആണ്. അപ്പം ക്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? -3 എന്നാണ് നമുക്ക് ആരെ വാല്യൂ കിട്ടുക? ക്യൂവിൻ്റെ വാല്യൂ കിട്ടുക. കിട്ടി, അതും ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ AQP. ഇവിടെ AQP എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? ഏതാ ട്രയാങ്കിൾ നോക്കുക? AQP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? പെരിമീറ്റർ കണ്ടുപിടിക്കണം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 3 സൈഡ് പിടിച്ച് കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ എഴുതി ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് മായ്ക്കുകയാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇതൊക്കെ ഞാനിവിടെ നമ്മൾ കണ്ടുപിടിച്ചു. ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചാൽ മതി. ശ്രദ്ധിക്കാം, ഈ പോയിൻ്റ് ആരാണടാ? -1 ആണ്. ഈ പോയിൻ്റ് ആരാണ്? -1. ഈ പോയിൻ്റ് ആരാണ്? 1. ഇനി ഈ പോയിൻ്റ് ആരാ? -3. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2 യൂണിറ്റ് ആണ് നമുക്ക് കിട്ടി. ബിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസും എത്രയാണ്? 2 യൂണിറ്റ് ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഈ കാണുന്ന QP എന്ന് പറഞ്ഞ സൈഡ് കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? 2 യൂണിറ്റും കൂട്ടി എത്ര യൂണിറ്റ് കിട്ടും? 4 യൂണിറ്റ് കിട്ടും. അപ്പോൾ QP അതല്ലെങ്കിൽ PQ എത്രയാണെന്ന് ഞാനിവിടെ മേലെ എഴുതി വെച്ചു. PQ = 2 + 2 = 4 യൂണിറ്റ്. അപ്പോൾ പെരിമീറ്റർ കാണാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ആൾ നമുക്ക് കിട്ടി. ഒരു സൈഡ് എത്രയാണ്? 4 യൂണിറ്റ് ആണ്. ഇനി ശ്രദ്ധിച്ചേ, ഈ Q മുതൽ B വരെയുള്ള ദൂരവും A മുതൽ B വരെയുള്ള ദൂരം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? അത് രണ്ടും നമ്മുടെ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ഇതും എത്ര യൂണിറ്റാണ്? 2 യൂണിറ്റ് ആണല്ലോ. ഇനി എടാ, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ? അവിടെ കാണുന്ന ആളെന്താണ്? റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മായ്ച്ച് വെച്ചേക്കാം. നോക്കിക്കോ, ഞാനിനി ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്ന ആളെ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാണുന്ന ട്രയാങ്കിൾ എന്താ? റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിൻ്റെ സൈഡ്സ് നോക്കിക്കേ, ബേസ് 2, ഹൈറ്റ് 2, ഹൈപ്പോട്ടന്യൂസ് അറിയില്ല. ഇനി അതേപോലെ ഈ കാണുന്ന ആളും എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിൻ്റെയും ബേസ് 2, ഹൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് 2, ഹൈപ്പോട്ടന്യൂസ് അറിയില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിച്ചാൽ AQവും കിട്ടും, ആരും കിട്ടും? APയും കിട്ടും. അപ്പോൾ AQയും AP എന്താണ്? ഈക്വൽ ആണ്. ചെയ്ത് നോക്കാം. AQ² എങ്ങനെ എഴുതാൻ പറ്റുക? AQ² = ഇവിടെ 2² + 2² എന്ന് കിട്ടും. 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 + 4 എന്ന് കിട്ടും. 4 കൂട്ടി 8 ആണ്. അതിന് വേണമെങ്കിൽ എനിക്ക് 2 × 4 എന്ന് എഴുതി വെക്കാം. അങ്ങനെ എഴുതുന്നതിൻ്റെ പോയിൻ്റ് എന്താണെന്നുള്ളത് അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. AQ² എന്തെന്ന് കിട്ടി? 2 × 4. അങ്ങനെയാണെങ്കിൽ AQ എത്രയാണ് ഉണ്ടാവുക? √2 × 4 എന്ന് കിട്ടും. √2 × 4 എന്താ? √2 × 4 √2 × √4. √2 × √4. √2ൻ്റെ വാല്യൂ ഇവിടെ വാല്യൂ ഒന്നും കൊടുക്കണ്ട, നമുക്കറിയില്ല എന്ന് വിചാരിക്കാം. √2 തന്നെ വെച്ചോ. √4 എത്ര കിട്ടുക? 2 ആണ് കിട്ടുക. അപ്പം √2 × 2 എന്ന് കിട്ടും. ഇതിനെങ്ങനെ എഴുതാം? 2√2 എന്ന് എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റുക? 2√2. അപ്പോൾ AQ എത്ര കിട്ടി? 2√2. മക്കളെ നോക്കിക്കോ, ഇത് 2√2 ആണ്. അങ്ങനെയാണെങ്കിൽ APയും എന്ത് തന്നെയായിരിക്കും? 2√2 തന്നെയായിരിക്കും. ഇതും എന്തായിരിക്കും? 2√2. എടാ, വലിയ ട്രയാങ്കിളിൻ്റെ സൈഡിലേക്ക് നോക്കുക. നമുക്ക് പെരിമീറ്റർ കാണണ്ടേ? ഒരു സൈഡ് 4 നേരത്തെ കിട്ടി, അടുത്തത് 2√2, അടുത്തതും 2√2. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? പെരിമീറ്റർ
പെരിമീറ്റർ എന്താ കിട്ടുക? 2√2 പ്ലസ് 2√2 പ്ലസ് 4 എന്ന് കിട്ടും. 2√2 കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 4√2 ഉണ്ടാവും. 4√2 പ്ലസ് 4 4√2 പ്ലസ് 4 അത് അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. ഇനി വേണമെങ്കിൽ 4നെയൊക്കെ പുറത്തെടുത്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. തൽക്കാലം എന്ത് മതി? ഇത്രയും മതി. ഇത്രയും യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്താണ് ഇത്രയും യൂണിറ്റ് എഴുതി വെച്ചാൽ എന്തായി? നമ്മുടെ ആൻസറായി. ഇനി നേരെ 28ാമത്തെ ചോദ്യം നോക്കിക്കോ. 28. ഡ്രോ എ ലൈൻ ആൻഡ് മാർക്ക് 5 പോയിൻറ്റ്സ് ഓൺ ഇറ്റ് 3 സെൻറ്റിമീറ്റർ അപ്പാർട്ട് സ്റ്റാർട്ടിംഗ് ഫ്രം ലെഫ്റ്റ്. മാർക്ക് ദീസ് പോയിൻറ്റ്സ് -2, -1, 0, 1, 2. മാർക്ക് ദ പോയിന്റ് ഓൺ ദ നമ്പർ ലൈൻ 1.5 ഷോയിങ് ആൻഡ് √2. എടാ ഒന്നുമില്ല, നിങ്ങളോടൊരു നമ്പർ ലൈൻ വരയ്ക്കാൻ പറഞ്ഞു. നമ്പർ ലൈനിൽ 3 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് തക്കണം ഇങ്ങനെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ആണല്ലോ. ഇനി ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ആൾ -2, രണ്ടാമത്തെ ആൾ -1, പിന്നെ 0, 1, 2, 3 പറയില്ല, അപ്പോൾ അത്രയും മതി. ഇനി നിങ്ങളോട് പറഞ്ഞത് ഈ നമ്പർ ലൈനിൽ ഈ രണ്ടാളുകളെ 1.5നെയും √2നെയും മാർക്ക് ചെയ്യാനാണ്. ഇത് നമ്മൾ പറഞ്ഞതാ. √2നെ മാർക്ക് ചെയ്യാൻ നമ്മളെ പാർട്ട് 1 വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 1.5 എവിടെയാണ് വരിക? 1.5 എന്ന് പറഞ്ഞാൽ 1ൻ്റെയും 2ൻ്റെയും കറക്റ്റ് നടുക്ക്. അപ്പോൾ 1.5 ഇവിടെ വരും അല്ലേ? ഇനി √2 മാർക്ക് ചെയ്യുന്നത് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞതാണ്. പാർട്ട് 1ൽ നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് റെഫർ ചെയ്താൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി അതിലേക്ക് പോകുന്നില്ല. നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 29 നോക്കാം. എ ക്വസ്റ്റ്യൻ. മോഡ് x-4 is equal to mod x-6. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? നമ്മൾ ഒരുപാട് ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണെന്ന് നോക്കാം. മോഡ് x-4 is equal to mod x-6. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് എന്നാണ് ചോദിച്ചത്. ആദ്യം തന്നെ എന്ത് ചെയ്ത് വെക്കും? x-4ൻ്റെ മീനിങ് എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 4. x-6ഓ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 6. ഈ രണ്ടാൾക്കാർ എന്താണെന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. നമ്പർ ലൈൻ ഫസ്റ്റ് പരിപാടി 4. ഇവിടെ ആരുണ്ട്? 6 ഉണ്ട്. 4ഉം 6ഉം മാർക്ക് ചെയ്തു. ഇനി അടുത്തത് എക്സ് എവിടെ വരും? കറക്റ്റ് ഇവരുടെ മിഡ് പോയിന്റിൽ വരും. എക്സ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് 4 ആൻഡ് 6. എങ്ങനെയാണ് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം? 4 + 6 രണ്ടും കൂടെ കൂട്ടും /2. 6ഉം 4ഉം കൂട്ടിയാൽ കിട്ടുക എത്രയാടാ? 10 കിട്ടുക. 10ൻ്റെ പകുതി എത്രയാണ്? 5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയ എത്രയാണ്? 5 ഓക്കെ ആണല്ലോ. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബി ക്വസ്റ്റ്യൻ നോക്കിക്കോ. സിമ്പിൾ. മോഡ് y+1 is equal to മോഡ് y+5 ഫൈൻഡ് ദ വാല്യൂ ഓഫ് y. എക്സ് മാറി ഒരു y ആയിന്നേ ഉള്ളൂ അല്ലേ? നോക്കാം എങ്ങനെയാണ്. മോഡ് y+1 ശ്രദ്ധിക്കണേ, ഇവിടെ എന്ത് വന്നു? പ്ലസ് വന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇയാൾ എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ y ആൻഡ്, ശ്രദ്ധിക്കുക y-1 ആണെങ്കിൽ, മോഡ് y-1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ y ആൻഡ് 1 എന്ന് പറയാം. y പ്ലസ് ആയാലോ? ഇവിടെ പ്ലസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ശരിക്കും ഇത് മോഡ് y-1 ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ y ആൻഡ് -1 ആണ്. നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് തൊട്ട് മുമ്പത്തെ 2 വീഡിയോസിൽ അല്ലേ? അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ y ആൻഡ് -1 ആണ് ഇവിടെ. സീക്വൽ ടു അതെന്തിന് ഈക്വലാണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വീണ്ടും ശ്രദ്ധിക്കുക y+5 എന്നാണ്. y+5 എന്നാണുള്ളത് അല്ലേ? അപ്പോൾ എന്തെന്ന് വരും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ y ആൻഡ് -5 എന്ന് വരും. മക്കളിവിടെ ശ്രദ്ധിക്കണം, -1ഉം -5ഉം ആണ്. അപ്പോൾ നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ നമ്പർ ലൈനിൽ ഇത് നമ്പർ ലൈൻ ആണെന്ന് വിചാരിക്കുക. ലെഫ്റ്റ് സൈഡിൽ ആരാ വരിക? ചെറിയ നമ്പറാണ് വരിക. ഇവിടുത്തെ ചെറിയ നമ്പർ ആരാ? -1 അല്ല, പകരം ആരാണ്? -5 ആണ്. വലിയ നമ്പർ ആരാ? -1 ആണ്. y എവിടെയാണ് വരിക? ഇവരുടെ രണ്ടാളും മിഡ് പോയിന്റിൽ. y ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് -5 ആൻഡ് 1. 1ൻ്റെയും -5, 1 അല്ല, -1ൻ്റെയും -5ൻ്റെയും മിഡ് പോയിൻ്റ് ആണ്. ഇനി y എന്ത് കിട്ടും? -5
പ്ലസ് -1 ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ -6 -5 -1 കൂട്ടിയാൽ രണ്ടും കൂടെ കൂട്ടുക മൈനസ് ഇട്ട് കൊടുക്കുക -6/2 എന്ന് കിട്ടും. -6/2 എത്രയാണ്? -3. വൈൻ്റെ വാല്യൂ ഇവിടെ കിട്ടി. നമുക്ക് എത്ര എന്ന് കിട്ടി? -3 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ഇനി നേരെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. യൂസിങ് ദ എബോവ് വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിനും വൈക്കും മേലെ കുറച്ച് വാല്യൂസ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ആ വാല്യൂസ് വെച്ചിട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞ ആളെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ ഇൻ ദ ഇക്വേഷൻ മോഡ് എക്സ് മൈനസ് എ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എ മൈനസ് വൈ. പറഞ്ഞുതരാം. ഇവിടെ നിങ്ങളോട് പറയുന്നത് മോഡ് എ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എ മൈനസ് വൈ എന്നാണ് പറയുന്നത് അല്ലേ? എന്താണ് ഇതിൻ്റെ മീനിങ്? ശ്രദ്ധിക്കുക. ഇതിൻ്റെ മീനിങ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് എക്സ് ആണ്. ഇപ്പോഴത്തെ തന്നെ മീനിങ്ങോ മോഡ് എ മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് വൈ ആണ്. അത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ നമ്പർ ലൈനിൽ ഇവിടെ ഒരു എക്സ് ആണെന്ന് വിചാരിച്ചോ. ഇവിടെ എന്താണ് വൈ ആണെങ്കിൽ ഞാൻ എക്സും വൈയും നമ്പേഴ്സൊന്നും എടുക്കില്ല. ഇവിടെ ഉള്ള ആൾ എക്സും ഇവിടെ ഉള്ള ആൾ വൈയും ആണെങ്കിൽ എ എവിടെയേ വരുള്ളൂ? കറക്റ്റ് അവരുടെ മിഡ് പോയിന്റിൽ. അപ്പോൾ നമുക്കിവിടെ എഴുതി വെക്കാം എ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എക്സ് ആൻഡ് വൈ. എ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എക്സ് ആൻഡ് വൈ. ഇനി ഇവിടെ ആരാ എക്സ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എക്സും വൈ പറഞ്ഞാലല്ലേ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നോക്കുക, എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ എക്സ് എത്രയാണോ അത്. അപ്പോൾ എക്സ് നേരത്തെ എത്രയാണ് കിട്ടിയത് നോക്കാം. അതായത് നമ്മുടെ എ ക്വസ്റ്റ്യനിലുണ്ട് ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 5 ആണ് കിട്ടിയത്. വൈൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? -3 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതിയേക്കാം എക്സ് ഇസ് ഈക്വൽ ടു 5 ആണ്, വൈ ഇസ് ഈക്വൽ ടു എത്രയാണ്? -3 ആണ്. അപ്പോൾ ഈ നമ്പർ ലൈനിൽ നമ്മൾ 5നെ മാർക്ക് ചെയ്തു. ഇവിടെയാണ് 5 വരിക. -3നെ മാർക്ക് ചെയ്തു. -3 ലെഫ്റ്റ് സൈഡിലാണ് വരിക. എ എന്ന് പറഞ്ഞാൽ ഇവരുടെ എന്താണ്? മിഡ് പോയിന്റ്. അപ്പം എ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് -3 ആൻഡ് 5 ആണ്. നോക്കുക, എ എന്ന് പറഞ്ഞ നമ്പർ എത്ര കിട്ടും? -3 + 5 ചെയ്യേണ്ടി വരും ഡിവൈഡഡ് ബൈ 2. -3 + 5 എന്ന് പറഞ്ഞാൽ 5 - 3 ആണ്. 5 - 3 എത്രയാണ്? 2 ആണ്. അപ്പോൾ 2/2 എന്ന് കിട്ടും. 2/2 എത്രയാണ്? 1 ആണ്. എൻ്റെ വാല്യൂ എന്താ കിട്ടുക? 1 ആണെന്ന് കിട്ടും. ഓക്കെ, സിമ്പിളാണ്. ഒന്നൊരു തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചെന്നേ ഉള്ളൂ. നമ്മൾ ചെയ്ത അതേ പരിപാടികളൊക്കെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നമ്മുടെ 30ാമത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 30. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗർ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് പറയാം. നോക്കിക്കോ. ഇൻ ദ ഫിഗർ എ നമ്പർ ലൈൻ ഈസ് ഡ്രോൺ. പി ക്യു ആർ ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ ആണത്. പി ക്യു ആർ ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് പി ക്യു ഇസ് ഈക്വൽ ടു പി ആർ. ഇതിൽ ഈ കാണുന്ന നമ്പർ ലൈൻ ആണെന്നുള്ളതിൽ ആർക്കും ഡൗട്ടില്ലല്ലോ. അതാണ് ആദ്യം ഒരു പറഞ്ഞത്. പിന്നെ പി ക്യു ആർ എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാണ്? റൈറ്റ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഇവിടെ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയിലുള്ള റൈറ്റ് ട്രയാങ്കിളാണ്. എ സെമി സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ക്യു ആർ ആസ് എ റേഡിയസ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയണ്ടേ. ഈ കാണുന്ന പി ക്യുവും ഈ കാണുന്ന പി ആറും എന്താണ്? ഈക്വൽ ആണ്. ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് ബേസും ഓൾട്ടിറ്റ്യൂഡും എന്താണ്? ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തത് എ സെമി സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ക്യു ആർ ആസ് റേഡിയസ്. ഈ ആറില്ലേ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ. ഈ 6 മുതൽ ക്യൂ വരെയുള്ള ദൂരം ക്യു ആർ അത് റേഡിയസ് ആക്കിയിട്ടാണ് ഈ സർക്കിൾ വരച്ചത്. ഈ കാണുന്ന സർക്കിൾ വരച്ചത് എന്ന് വെച്ചാൽ ഇതേ റേഡിയസ് ആയിരിക്കും ഈ 6 എസ്സിലേക്കുള്ള ദൂരം. അത് തന്നെയായിരിക്കും ഈ ടിയിലേക്കുള്ള ദൂരം. ഇതൊക്കെ നിങ്ങളുടെ തലയിൽ കൂടെ ഓടി വരണം ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ. ഇനി വിച്ച് കട്ട് ദ നമ്പർ ലൈൻ അറ്റ് എസ് ആൻഡ് ടി. ആ സെമി സർക്കിൾ ഇവിടെ നമ്പർ ലൈനെ എസ്സിലും ടിയിലും എന്ത് ചെയ്തിട്ടുണ്ട്? കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ക്യു ആർ എന്നാണ് ആദ്യം ചോദിച്ചത്. ക്യു ആറിൻ്റെ ലെങ്ത് എത്രയാണ്? ക്യു ആറിൻ്റെ ലെങ്ത്ത് ഇവിടെ 2 രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ല, ഒരു രീതിയിലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എസ് കറക്റ്റ് ഒരു പോയിന്റ് തരുവാണെങ്കിൽ നമുക്ക് 2 രീതി കണ്ടുപിടിക്കാമായിരുന്നു. നോക്കുക, ആദ്യത്തെ പരിപാടി സിമ്പിളാണ്. ഞാൻ ഈ ഫിഗറിൽ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കുക, ക്യു ആറിൻ്റെ ലെങ്ത്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്യു ആർ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാണ്? റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ അതിൽ ആദ്യത്തെ ആൾ ഞാനിവിടെ ജസ്റ്റ് എഴുതി വെച്ചു. ട്രയാങ്കിൾ പി ക്യു ആർ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്.
റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതവിടെ എഴുതി വെച്ചു. ഇനി അവിടെ നിന്ന് എനിക്ക് എഴുതാൻ പറ്റും ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. അപ്പോൾ ക്യു ആർ ആണ് ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ്. ക്യു ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് നോക്കിക്കോ പി ആർ, ആൾട്ടിറ്റ്യൂഡ് നോക്കിക്കോ പി ക്യു. അപ്പോൾ പി ആർ സ്ക്വയർ പ്ലസ് പി ആർ സ്ക്വയർ പ്ലസ് പി ക്യു സ്ക്വയർ. ഇനി പി ആറും പി ക്യൂം ഈക്വൽ ആണെന്ന് ആദ്യം പറയേണ്ടത് അല്ലേ. പി ആർ ഇസ് ഈക്വൽ ടു പി ആർ ഇസ് ഈക്വൽ ടു പി ക്യു ആണ്. അതെത്രയാണ്? ജസ്റ്റ് ഈ ഫിഗറിലേക്ക് നോക്കിയാൽ മതി. 6 മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് 0 മുതൽ 3 വരെയാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് എഴുതിയേക്കാം. ഇനി അവിടെ വേറൊരു കോംപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. 3 യൂണിറ്റ് 0 മുതൽ 3 വരെ എത്ര യൂണിറ്റാണ്? 3 യൂണിറ്റ്. അപ്പോൾ ക്യു ആർ സ്ക്വയർ എന്ത് കിട്ടും? ക്യു ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, അഥവാ 9 പ്ലസ് 9 പ്ലസ് 9. 9 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 2 ആണ്. അപ്പോൾ ക്യു ആർ സ്ക്വയർ ആണ് 9 ഇൻറ്റു 2. ശ്രദ്ധിക്കുക, ക്യു ആർ സ്ക്വയർ ആണെന്ത് 9 ഇൻറ്റു 2. അപ്പോൾ ക്യു ആർ എത്ര കിട്ടും? ക്യു ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 ഇൻറ്റു 2. ഇനി റൂട്ട് ഓഫ് 9 ഇൻറ്റു 2 എങ്ങനെ എഴുതാം? റൂട്ട് 9 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതാം. റൂട്ട് 9ൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം എത്രയാണ്? 3 ആണ്. റൂട്ട് 2ൻ്റെ വാല്യൂ നിങ്ങൾ തൽക്കാലം ഇവിടെ നോക്കണ്ട. 3 റൂട്ട് 2 എന്ന് ആൻസർ കിട്ടും. ക്യു ആറിൻ്റെ വാല്യൂ എന്താ കിട്ടുക? 3 റൂട്ട് 2. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസറായി 3 റൂട്ട് 2 ആണ് ആരുടെ വാല്യൂ? ക്യു ആറിൻ്റെ വാല്യൂ. ഈ ഫിഗറിൽ ഞാൻ എഴുതിയപ്പം ജസ്റ്റ് മാറിപ്പോയിനെ. 3 റൂട്ട് 3 അല്ല, എന്താണ്? 3 റൂട്ട് 2 ആണ്. അത് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി. 3 റൂട്ട് 2. അപ്പോൾ 3 റൂട്ട് 2 ആണ് ആരുടെ വാല്യൂ? ക്യു ആറിൻ്റെ വാല്യൂ. ഇനി ബി ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ നമ്പേഴ്സ് റെപ്രസെൻറ്റിംഗ് എസ് ആൻഡ് ടി ഓൺ ദ നമ്പർ ലൈൻ? ശ്രദ്ധിക്കുക, എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോയിൻ്റ് അല്ലേ. ആറിന്ന് എസ്സിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ റേഡിയസ്. അതേ റേഡിയസ് തന്നെയല്ലേ ഈ ക്യു ആർ എന്ന് പറഞ്ഞ റേഡിയസും. അപ്പോൾ നോക്കുക, ഇവിടുന്ന് 0 എന്ന് പറഞ്ഞ പോയിൻ്റാണ് 6. 6ന്ന് എസ്സിലേക്ക് എത്ര ദൂരം ഉണ്ടാവും? 3 റൂട്ട് 2 ദൂരം ഉണ്ടാവും അല്ലേ. അപ്പോൾ എസ് എന്താ കിട്ടുക? 0 പ്ലസ് 3 റൂട്ട് 2. ഞാനിവിടെ തൽക്കാലം എഴുതുന്നുണ്ട്. എസ് എന്ന് പറഞ്ഞ പോയിൻ്റ് 0 പ്ലസ് 3 റൂട്ട് 2 ആണ് കിട്ടുക. അതിൻ്റെ ആൻസർ എന്താണ്? 3 റൂട്ട് 2 തന്നെയാണ് ആൻസർ. എസിൻ്റെ ആൻസർ എന്താ? എസ് എന്ന് പറഞ്ഞ പോയിൻ്റ് എത്രയാണ്? 3 റൂട്ട് 2. ഇനി അടുത്തത് നോക്കിക്കോ. 0യിൽ നിന്ന് ടിയിലേക്കുള്ള ദൂരം എത്ര തന്നെയാണ് ഉണ്ടാവുക? 3 റൂട്ട് 2 ആണ് വരിക. അപ്പോൾ ടി എന്ന് പറഞ്ഞ പോയിൻ്റ് ആരാ വരികടാ? ടി എന്ന് പറഞ്ഞാൽ 0 മൈനസ് 3 റൂട്ട് 2. അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മൈനസ് 3 റൂട്ട് 2 എന്നാണ് ആൻസർ വരിക. അപ്പുറത്തേക്ക് പ്ലസ് 3 റൂട്ട് 2 ആണെങ്കിൽ ഇപ്പുറത്തേക്ക് എന്താ? മൈനസ് 3 റൂട്ട് 2. അപ്പോൾ ബി ക്വസ്റ്റിനും കഴിഞ്ഞു, എളുപ്പമായിരുന്നു. ഇനി അടുത്ത ചോദ്യം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് എസ് ആൻഡ് ടി ഓൺ ദ നമ്പർ ലൈൻ. വാട്ട് ഈസ് ദ നമ്പർ റെപ്രസെൻറ്റിംഗ് മിഡ് പോയിന്റ് ഓഫ് എസ് ആൻഡ് ടി? ശ്രദ്ധിക്കുക, എസ്സും ടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചത്. ഡിസ്റ്റൻസ് ശ്രദ്ധിച്ചോ. ഡിസ്റ്റൻസ് ഞാനിവിടെ ജസ്റ്റ് എന്ത് ചെയ്താൽ, ആദ്യത്തെ ആൾ 3 റൂട്ട് 2 അല്ലേ. അപ്പോൾ 3 റൂട്ട് 2 മോഡ് 3 റൂട്ട് 2 മൈനസ് മോഡ് 3 റൂട്ട് 2 എന്നിട്ടു ഒരു മൈനസ് ഇട്ടു. ഇനി അടുത്ത ആളെ കൂടെ ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ എന്തുണ്ട്? ഒരു മൈനസും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു മൈനസും കൂടെ വരും. അപ്പോൾ മോഡ് 3 റൂട്ട് 2 മൈനസ് 3 റൂട്ട് 2. അങ്ങനെ വരുമ്പം അതെന്താവും? മോഡ് 3 റൂട്ട് 2 പ്ലസ് 3 റൂട്ട് 2 ആവും. എടാ, 2 മാങ്ങയും കൂട്ടിയാൽ എത്ര കിട്ടും? 4 മാങ്ങ കിട്ടും. 3 മാങ്ങയും കൂട്ടിയാൽ എത്ര കിട്ടും? 6 മാങ്ങ കിട്ടും. അതേപോലെ 3 റൂട്ട് 2ഉം കൂട്ടണം. 3 റൂട്ട് 2ഉം കൂട്ടി എത്ര കിട്ടുക? 6 റൂട്ട് 2 ആണ് കിട്ടുക. അപ്പോൾ മോഡ് 6 റൂട്ട് 2 എന്ന് കിട്ടും. അതിൻ്റെ വാല്യൂ എന്താ? 6 റൂട്ട് 2 എന്നാണ് വാല്യൂ. അപ്പോൾ നമുക്ക് കിട്ടി ഡിസ്റ്റൻസ്. ഞാൻ ഇവിടേക്ക് എഴുതുകയാണ് സ്ഥലമില്ലാത്തതുകൊണ്ട്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 6 റൂട്ട് 2. ഇനി അടുത്ത ചോദിച്ചാൽ മിഡ് പോയിന്റ് കാണാൻ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? രണ്ടാളെയും കൂട്ടുക, പകുതി കാണുക. ഇവിടെ അങ്ങനെയൊന്നും ചെയ്യണ്ട. ഇവിടെ ജസ്റ്റ് നോക്കിയാൽ മതി. ഇവിടെ തന്നുണ്ട് 0ന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദൂരം എന്താണ്? ഈക്വൽ അല്ലേ. 6 ആണ് സെൻറ്റർ. അപ്പോൾ ജസ്റ്റ് എഴുതി വെച്ചാൽ മതി 0. മിഡ് പോയിന്റ് ഇവിടെ എന്താണ്? 0 ആണ്. അപ്പുറത്തേക്കും 3 റൂട്ട് 2 ആണ്, ഇപ്പുറത്തേക്കും 3 റൂട്ട് 2 ആണ്. അതുകൊണ്ട് മിഡ് പോയിന്റ് എന്താണ്? 0 ആണ്. കിട്ടി. എല്ലാ സബ് ക്വസ്റ്റിൻ്റെയും ആൻസറായി. ഇനി നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മായ്ക്കേണ്ടതുണ്ട്. നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇവിടെ വേണ്ട. എന്നാലും ഇവിടെ കുറച്ച് സ്പേസ് കിട്ടും നമുക്കിവിടെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്ന് മായ്ച്ച് കളയാം.
നോക്കിക്കോ, ക്വസ്റ്റ്യൻ നമ്പർ 31. ഫിൽ ദ ബ്ലാങ്ക്സ് ഓഫ് ദ ഫോളോയിങ് ടേബിൾ. ടേബിളിൻ്റെ ആ ബ്ലാങ്ക് ആയി കിടക്കുന്ന കോളംസ് ഒക്കെ നിങ്ങൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ആദ്യം ഫില്ല് ചെയ്യാം ക്വസ്റ്റ്യൻ, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. നോക്കിക്കോ, സിമ്പിളാണ്. ആദ്യത്തെ കോളത്തിൽ എക്സിന് 2 വാല്യൂസ് ഉണ്ട്, 5 -2, 5ഉം -2 അവിടെ കിടന്നോട്ടെ. അടുത്ത കോളത്തിൽ -x എത്രയാണെന്ന് ചോദിച്ച്, എടാ 5ൻ്റെ കൂടെ ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ എന്താവും? -5. ഇനി അടുത്തത് -2 ആണേ, -2 ആണ്. -2ൻ്റെ കൂട്ടത്തിൽ ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ 2 മൈനസ് ഇങ്ങനെ വരും അല്ലേ? മൈനസും കൂടെ കൂടിയിട്ട് എന്താവും? +2 ആയിട്ട് മാറും. അപ്പോൾ അവിടെ കിട്ടുന്ന വാല്യൂ എന്താണ്? +2 ആണ്. അടുത്ത കോളം എക്സ് ഇവിടെ ഉണ്ട്, മോഡ് എക്സ് എത്രയാണ്? എക്സ് 5 ആകുമ്പം മോഡ് എക്സ് എന്താവും? ശ്രദ്ധിക്കുക, മോഡ് 5 എന്നാവും. മോഡ് 5 എത്രയാണ്? 5. അടുത്തത് എക്സ് -2 ആണ്. അങ്ങനെയാണെങ്കിൽ മോഡ് -2 എന്താവും? 2 തന്നെയാവും. മോഡ് -2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 തന്നെയാണ്. അടുത്ത കോളം എക്സ് ഇവിടെ ഉണ്ട്, x² കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25. അടുത്തത് ഇവിടെ ഉള്ളത് -2 ആണല്ലേ എക്സ്. അപ്പോൾ -2ൻ്റെ സ്ക്വയർ, -2 × -2, 2 × 2 എത്രയാണ്? 4. മൈനസ് ഇൻറ്റു മൈനസ് എത്രയാണ്? പ്ലസ് ആവും അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? +4 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അതും കുഴപ്പമില്ല. ഇനി മോഡ് എക്സിൻ്റെ സ്ക്വയർ, മോഡ് എക്സ് സ്ക്വയർ എന്നാണ് പറഞ്ഞത്. മോഡ് എക്സ് എവിടെയുള്ളത്? ദാ ഇവിടെയാണ് മോഡ് എക്സ് ഉള്ളത്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഈ കാണുന്ന ആളാണെന്ത്? മോഡ് എക്സ്. അപ്പോൾ ഇവിടെ മോഡ് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആദ്യം 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25. പിന്നെ 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. പരിപാടി കഴിഞ്ഞു. അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കിയോ. റൈറ്റ് ദ നമ്പർ സാറ്റിസ്ഫൈ മോഡ് എക്സ് -x. മോഡ് എക്സ് -x ആവുന്ന നമ്പേഴ്സിനെ നിങ്ങൾ എഴുതണം. എടാ ഇവിടെ തന്നെ നോക്കിയാൽ മതി. മോഡ് എക്സ് ഇത് -x. ഈ 2 ആൾക്കാരും ഈക്വൽ ആവുന്നത് എവിടേക്കാണ്? എപ്പോഴേക്കാണ്? ആദ്യത്തേൽ ഇവിടെ -5ഉം 5ഉം ആണ്. ഈക്വൽ ആവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആ നമ്പർ ഏതായിരുന്നു? പോസിറ്റീവ് നമ്പറായിട്ടാണ് എക്സ് എടുത്തത് അല്ലേ? അപ്പോൾ അവിടെ പറ്റൂല. പിന്നെ എവിടെയേ പറ്റുള്ളൂ? ഇവിടെ 2 ആളും ഈക്വൽ ആവുന്നുണ്ട്. അപ്പോൾ മോഡ് എക്സ് -x ആകുമ്പോൾ നമ്മൾ ഡെഫിനിഷനിൽ തന്നെ, മോഡ് എക്സിൻ്റെ ഡെഫിനിഷനിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോഡ് എക്സ് -x ആവണമെങ്കിൽ, മോഡ് എക്സ് -x ആവണമെങ്കിൽ എക്സ് എന്ത് നമ്പർ ആയിരിക്കണം? എക്സ് ഈസ് എ നെഗറ്റീവ് നമ്പർ ആയിരിക്കണം. എക്സ് ഈസ് എ നെഗറ്റീവ് നമ്പർ. അപ്പോൾ റൈറ്റ് എ നമ്പർ എന്ന് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് എഴുതാനേ ഉള്ളൂ, -2. ഇനി റൈറ്റ് ഒരുപാട് നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറേ നമ്പേഴ്സ് എഴുതാണ്ടെങ്കിൽ നെഗറ്റീവ് വരുന്ന ഏത് നമ്പറും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ എന്താ? -2. ഇനി അടുത്തത് ചോദിച്ചത് നോക്കിക്കോ, മോഡ് x² x² എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂവ് ദാറ്റ് മോഡ് x² x². അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. എന്താ ഡെഫിനിഷൻ? 2 ആൾക്കാർ ഇവിടെ എടുത്താൽ മതി. എക്സ് ആണ് ഇഫ് എക്സ് > 0. എക്സ് വലുതാണെങ്കിൽ, 0-നേക്കാൾ വലുതാണെങ്കിൽ മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്? എക്സ് ആണ്. നമ്മൾ ഈ ചാപ്റ്റർ പറയുമ്പോഴും പാർട്ട് 1 പാർട്ട് 2 വീഡിയോകളിലൊക്കെ ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി മോഡ് x -x ആണ് ഇഫ് എക്സ് <0. എക്സ് 0-നേക്കാൾ കുറവാണെങ്കിൽ മോഡ് എക്സിൻ്റെ വാല്യൂ എന്താ? -x ആണ്. ഇതവിടെ എഴുതി വെക്കുക. എന്നിട്ട് കേസ് 1 ഇഫ് എക്സ് > 0, മോഡ് എക്സ് എന്താണ്? എക്സ് ആണ്. അപ്പോൾ മോഡ് x² എന്തായിരിക്കും? ഇവിടെ കാണുന്ന ഈ എക്സിൻ്റെ സ്ക്വയർ ആയിരിക്കും. എന്ന് വെച്ചാൽ x² തന്നെ കിട്ടും. അതവിടെ ജസ്റ്റ് എഴുതി വെക്കുക. പരിപാടി കഴിഞ്ഞു. ഇനി കേസ് 2 കൊടുക്കുക. കേസ് 2ൽ എന്താ? ഇഫ് എക്സ് <0 ആയാൽ മോഡ് എക്സിൻ്റെ വാല്യൂ എന്താടാ? -x ആണ്. അങ്ങനെയാണെങ്കിൽ മോഡ് x² എന്തായിരിക്കും? -xൻ്റെ സ്ക്വയർ ആയിരിക്കും. -xൻ്റെ സ്ക്വയർ എന്ത് തന്നെയാണ്? x² തന്നെയാണ്. എടാ ഇവിടെയും x², ഇവിടെയും എന്താണ്? x². 2 സ്ഥലത്തും മോഡ് x² എന്ന് പറഞ്ഞാൽ x² എന്നാണ് കിട്ടുക. ഇത് എഴുതി വെച്ചാൽ നമ്മളതിൻ്റെ കറക്റ്റ് ആൻസറായി. ഇനി അടുത്ത ചോദ്യം 32ാമത്തെ ചോദ്യം. ഞാൻ ആൻസർ പറയുന്നില്ല, കാരണം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ്. ഡ്രോ എ നമ്പർ ലൈൻ മാർക്ക് -1 1 √2 -√2. പാർട്ട് 1 വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ √2ഉം √3ഉം -√2ഉം -√3ഉം √5ഉം ഒക്കെ പറയുന്നുണ്ട്. അത് തന്നെയാണ്. പിന്നെ അടുത്ത ചോദിച്ച് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ √2 ആൻഡ് -√2. അത് നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇവിടെ തന്നെ കണ്ടുപിടിക്കാം. എന്താ കിട്ടുക? മോഡ് √2 -√2 എന്ന് വെച്ചാൽ മോഡ് √2 + √2 എന്ന് വരും. √2 + √2 എത്രയാണ്? എത്ര √2 അവിടെ വന്നു? 2 √2 വന്നു. അപ്പോൾ അതിൻ്റെ വാല്യൂ 2 √2 എന്നാണ് ഡിസ്റ്റൻസ് കിട്ടുക. ബി ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്?
2√2. എ ക്വസ്റ്റ്യൻ വരയ്ക്കാനുള്ളതാണ്, നമ്മൾ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഇനി 33ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 33. നോക്കിക്കോ. ഫൈൻഡ് mod x plus mod y and mod x plus 5 and find the relation between them in each of the following cases. താഴെ 3 കേസസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, 2 കേസസ്. ആദ്യം x = 4 ആണ്, y = എന്താണ് 3 ആണ്. അവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? mod x plus mod y-യും mod x plus y-യും കണ്ടുപിടിക്കണം. ചെയ്ത് നോക്കാം. നോക്കിക്കോ, x = 4, x 4 ആണ്, y എന്താണ് 3 ആണ്. ആദ്യം കണ്ടുപിടിക്കേണ്ടത് mod x plus mod y. അപ്പോൾ ഞാനിവിടെ അതേപോലെ എഴുതി mod x plus mod y. എന്താണ് വരിക? mod x എന്നുള്ളിടത്ത് mod 4 എന്ന് വരും, പ്ലസ് mod y എന്നുള്ളിടത്ത് mod 3 എന്നും വരും. mod 4 4 ആണ്, mod 3 എത്രയാണ്? 3 ആണ്. 4 3 കൂട്ടിയാൽ എത്ര കിട്ടുക? 7 ആണ്. അതവിടെ കഴിഞ്ഞു. ഇനി അടുത്ത കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ mod x plus y ആണ്. കണ്ടുപിടിച്ചോ. mod x plus y എന്താ കിട്ടുക? mod 4 plus 3. 4 plus 3 എത്ര കിട്ടും? mod 7. mod 7 എത്രയാണ്? 7. അപ്പോൾ ഫസ്റ്റ് കേസിൽ mod x plus mod y എത്ര വാല്യൂ കിട്ടിയ? 7 എന്ന് കിട്ടി. mod x plus mod y അതും എത്ര കിട്ടിയ? 7 എന്ന് കിട്ടി. രണ്ടാളും എന്താണ്? ഈക്വൽ ആണ്. ഇനി ബി ക്വസ്റ്റ്യനിൽ x = 4, y = -3 എന്നാണ് പറയുന്നത്. x 4-ഉം y എന്താണ്? -3-യുമാണ്. ബി ക്വസ്റ്റ്യൻ x = 4, y = -3. ഒരാൾ പോസിറ്റീവും അടുത്ത ആൾ എന്താണ്? നെഗറ്റീവാണ്. നോക്കി നോക്കാം. mod x plus mod y എന്ത് വരും? mod 4 plus mod -3. mod 4 4 ആണെന്ന് അറിയാം, mod -3 എന്താണ്? 3 തന്നെയാണ്. അപ്പോൾ 4 plus 3 എത്ര കിട്ടും? 7 എന്ന് കിട്ടും. അടുത്തതിൽ mod x plus y ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ mod 4 plus, ശ്രദ്ധിക്കണേ, 4 plus -3 എന്നാണ് കിട്ടുക. 4 plus -3. എടാ, 2 വ്യത്യസ്ത ചിഹ്നങ്ങൾ കൂട്ടാൻ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം, 4-ൽ നിന്ന് 3 കുറയ്ക്കണം. എത്ര കിട്ടും? 1 കിട്ടും. എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം, ഇവിടെ വലുത് 4 ആണ്, 4-ൻ്റെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് ഇനി വേറെ ചിഹ്നം ഒന്നും ഇടണ്ട. അപ്പോൾ mod 1 ആണ് കിട്ടുക. mod 1 എന്താ? 1 ആണ്. ശ്രദ്ധിക്കുക, ഒരാൾ പോസിറ്റീവും ആദ്യത്തെ ആൾ പോസിറ്റീവും രണ്ടാമത്തെ ആൾ നെഗറ്റീവുമായപ്പോൾ നമുക്ക് എന്ത് കിട്ടി? mod x plus mod y എന്ന് പറഞ്ഞാൽ 7-ഉം mod x plus y എന്ന് പറഞ്ഞാൽ 1-ഉമാണ്. ആദ്യത്തേനേക്കാൾ ചെറുതാണ്. mod x plus mod y-നേക്കാൾ ചെറുതാണ് mod x plus y കിട്ടിയത്. അപ്പോൾ ആ കാര്യം അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇനി സി ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്. ഇഫ് mod x = x and mod y = -y, what is the relation between mod x plus mod y and mod x plus y? ശ്രദ്ധിക്കണേ, ഞാൻ ഇവിടെ തന്നെ ആൻസർ പറഞ്ഞു പോവാണ്. mod x = x എന്ന് വെച്ചാൽ x എന്ത് നമ്പറാണ്? x ഈസ് എ പോസിറ്റീവ് നമ്പർ. x എന്ത് നമ്പറാണ്? പോസിറ്റീവ് നമ്പർ. mod y = -y. അപ്പോൾ mod x = x എന്ന് പറഞ്ഞാൽ x ഒരു പോസിറ്റീവ് നമ്പറാണ്. ഇനി mod y = -y. അപ്പം y എന്ത് നമ്പറാടാ? y നെഗറ്റീവ് നമ്പറായിരിക്കും. അങ്ങനെയാണെങ്കിൽ അടിയിലേക്ക് എഴുതിക്കൂടാ, mod x പ്ലസ് mod y ആൻഡ് mod x plus y ഇവർ തമ്മിലുള്ള ബന്ധം ചോദിച്ച്. എടാ, ഇതിന് ആൻസർ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ബി ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ബി ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ആൾ പോസിറ്റീവും രണ്ടാമത്തെ ആൾ നെഗറ്റീവും അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന mod x plus mod y എന്താ? 7 ആണ്. mod x plus y എന്താ ബി ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന? 1 ആണ്. ഈ 7 1-നേക്കാൾ വലിയ നമ്പർ അല്ലേ? 7 എന്ന് പറഞ്ഞ ആളെന്താണ്? 1-നേക്കാൾ വലിയ നമ്പറാണ്. അപ്പോൾ 7 ഗ്രേറ്റർ ദാൻ 1 അല്ലേ? അപ്പോൾ mod x plus mod y-നേക്കാൾ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ആയിരിക്കും. mod x plus y ഗ്രേറ്റർ ദാൻ mod x plus mod y. അതാണ് അവിടെയുള്ള റിലേഷൻ. ആ റിലേഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യം. എവിടുന്നാണ് അത് മനസ്സിലാക്കുക? ബി ക്വസ്റ്റ്യൻ എന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. mod x = x എന്നും mod y = -y എന്നും കണ്ടാൽ മനസ്സിലാവണം. x എന്ത് നമ്പറാണ്? പോസിറ്റീവ് നമ്പറാണ്. y എന്ത് നമ്പറാണ്? നെഗറ്റീവ് നമ്പറാണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നിടത്താണ് കാര്യം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 34ാമത്തെ ചോദ്യം. അപ്പം ഞാൻ ഈ സാധനമൊക്കെ ഒന്ന് ജസ്റ്റ് മായ്ക്കാം കേട്ടോ, ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. നോക്കാം. What is the number which gives midpoint of the point denoted by
നമ്പേഴ്സ് മാർക്കിംഗ് എക്സ് ആൻഡ് വൈ ഓൺ നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ ആരുണ്ട്? എക്സും വൈയും ഉണ്ട്. അവരുടെ മിഡ് പോയിന്റിനെ മാർക്ക് ചെയ്യുന്ന നമ്പർ ഏതാണ്? ജസ്റ്റ് കൂട്ടുക, എക്സും വൈയും കൂട്ടുക, പകുതി കാണുക, എക്സ് പ്ലസ് വൈ ബൈ 2. അതാണ് അതിൻ്റെ ആൻസർ. അത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്കായി. 1 മാർക്കറ്റ് ആയിരിക്കുമല്ലോ ഇതിനുണ്ടാവുക. അതെ. ഇനി if the number x and y are thought as the point on the number line, what is the geometrical meaning of mod x minus y? എക്സും വൈയും നമ്പർ ലൈനിലെ നമ്പേഴ്സാണ്. അങ്ങനെയെങ്കിൽ മോഡ് ശ്രദ്ധിക്കുക, മോഡ് എക്സ് മൈനസ് വൈൻ്റെ മീനിങ് എന്താണ്? ജിയോമെട്രിക്കൽ മീനിങ് സിമ്പിളാണ്. മോഡ് എക്സ് മൈനസ് വൈ നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ച എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ, എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി in each of the equations below find the number x satisfying it. ഓരോ ഇക്വേഷനിലും എക്സ് ആയിട്ട് കിട്ടുന്ന നമ്പർ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഇതും നമ്മൾ ഒരുപാട് ടൈപ്പ് ചെയ്താണ്, ഇതേ മോഡൽ ഒരുപാട് ചെയ്താണ്. ജസ്റ്റ് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ മോഡ് എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 3 ആണ്. മോഡ് എക്സ് മൈനസ് 1 ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 3. ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിപ്പോൾ അങ്ങനത്തെ ചെയ്തു കഴിഞ്ഞു അല്ലേ. ആദ്യം എഴുതി വെക്കും മോഡ് എക്സ് മൈനസ് 1ൻ്റെ മീനിങ്. മോഡ് എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മീനിങ് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 1 സീക്വൽ ടു മോഡ് എക്സ് മൈനസ് 3 എന്ന് പറഞ്ഞാലോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 3, എക്സും 3യും തമ്മിലുള്ള ഡിസ്റ്റൻസ്. നമ്പർ ലൈൻ വരയ്ക്കുന്നു, 1 മാർക്ക് ചെയ്യുന്നു, 3 മാർക്ക് ചെയ്യുന്നു, എക്സ് ഈ രണ്ടാൾക്കാരും മിഡ് പോയിന്റിൽ. എക്സ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് 1 ആൻഡ് 3, 1ൻ്റെയും 3ൻ്റെയും മിഡ് പോയിന്റ്. എക്സ് സീക്വൽ എന്തെന്ന് കിട്ടും? 1 + 3/2. 1 + 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4/2. 4/2 എത്രയാണ്? 2 ആണ്. അപ്പോൾ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? 2 ആണ് എക്സിൻ്റെ വാല്യൂ, 1ൻ്റെയും 3ൻ്റെയും മിഡ് പോയിന്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ഫസ്റ്റത്തിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചാൽ ബാക്കിയുള്ളതിൽ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കണമെന്നില്ല, ജസ്റ്റ് കാര്യം മാത്രം എഴുതി വെച്ചാൽ മതി. അടുത്തത് മോഡ് എക്സ് മൈനസ് 1 സീക്വൽ ടു മോഡ് എക്സ് പ്ലസ് 3 എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ -1 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 1. ഇവിടെ +3 എന്ന് പറയുമ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് ആരാണ്? -3 ആണ്. അപ്പം എക്സ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ശ്രദ്ധിക്കുക 1 ആൻഡ് -3 ആണ്. 1 ആൻഡ് ആരാണ്? -3 ആണ്. ആ മൈനസ് എങ്ങനെയാണ് വന്ന്? ഇവിടെ പ്ലസ് ആയപ്പം നമ്മുടെ പോയിന്റ് എന്തായി? മൈനസ് ആയി. അങ്ങനെയാണെങ്കിൽ എക്സ് ആര് വരും? എക്സ് ഇസ് ഈക്വൽ ടു 1 + -3/2. 1ഉം -3യും കൂടെ കൂട്ടണം. കൂട്ടിയാൽ 1 - 3ക്ക് ഈക്വൽ ആണ്. 1 - 3 എന്ന് പറഞ്ഞാൽ എന്താണ്? -2. അപ്പോൾ -2/2 എന്ന് കിട്ടും. -2/2 എത്രയാണ്? -1 ആണ് ആൻസർ കിട്ടുക. എന്താ ആൻസർ കിട്ടുക? -1. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? മോഡ് എക്സ് പ്ലസ് 1 സീക്വൽ ടു മോഡ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു തേർഡ് സബ് ക്വസ്റ്റ്യൻ ആണ്. ഇത് സെക്കൻഡ് സബ് ക്വസ്റ്റ്യനാണ്. മോഡ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 3 എന്നാണ് പറയുന്നത്. മോഡ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3 അല്ലായിരുന്നു അവിടെ, എക്സ് മൈനസ് 3 ആണ്. മോഡ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 3. ശ്രദ്ധിക്കുക, ഇവിടെ നമ്പേഴ്സ് ആയിരിക്കടാ പ്ലസ് വന്നാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് -1 ആണ്. ഇവിടെ മൈനസ് തന്നെയാണ്. അപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 3. അപ്പം എക്സ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് -1 ആൻഡ് 3 എന്ന് പറയാം. എക്സ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് -1 ആൻഡ് 3. അപ്പോൾ എക്സ് എന്താണ് വരിക? മോഡില്ല -1 + 3/2. -1 + 3/2. -1 + 3 എന്ന് പറഞ്ഞാൽ എന്താ? 3 - 1 ഈക്വൽ ആണ്. 3 - 1 എത്രയാണ്? 2. 2/2 എന്ന് വരും. 2/2 എത്രയാണ്? 1. നേരത്തെ കിട്ടിയത് എന്തായിരുന്നു? -1 ആയിരുന്നു. ഇപ്പോൾ കിട്ടിയത് എന്താണ്? 1 ആണ് പോയിന്റ്. അപ്പം ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായി? കഴിഞ്ഞു. ഇനി ഈ വീഡിയോ സീരീസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 35. വാട്ട് ഈസ് ദ നമ്പർ എക്സ് വിച്ച് സാറ്റിസ്ഫൈങ് ദ ഇക്വേഷൻ mod x - 2 + mod x - 6 is equal to 4. ശരിക്കും ഈ ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഴയ സിലബസ് പ്രകാരം ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പുതിയ സിലബസിൽ എന്തില്ല? അതില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമുക്ക് എന്തായാലും ഒന്ന് ചെയ്തു നോക്കാം, പഠിക്കണം എന്നില്ല. മോഡ്
എക്സ് മൈനസ് 2 പ്ലസ് മോഡ് എക്സ് മൈനസ് 6 സീക്വൽ ടു 4 എന്നാണ് തന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ, രണ്ട് ആളുകളുടെ ഡിസ്റ്റൻസ് മോഡ് എക്സ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ എക്സും 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, മോഡ് എക്സ് മൈനസ് 6 എന്ന് പറഞ്ഞാൽ എക്സും 6ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അത് കൂട്ടിയാൽ വേറൊരു നമ്പർ കിട്ടുന്നു. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇതിൻ്റെ മീനിങ് ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെച്ചേക്കുക. ഫസ്റ്റ് പോയിൻ്റ് അതാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 2 പ്ലസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 6 സീക്വൽ ടു എത്രയാണ്? 4. അതാണ് അതിൻ്റെ മീനിങ്. ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു നമ്പർ ലൈൻ വരച്ച് നോക്കുക. അതിൽ ഇവരൊക്കെ മാർക്ക് ചെയ്യുക. ഇത് 2 ആണ്, ഇത് 6 ആണ്. ഇനി ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. 2ഉം 6ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 6 മൈനസ് 2 എന്ന് വരും, 4 വരും അല്ലേ? ശ്രദ്ധിക്കുക മക്കളെ, നിങ്ങൾക്ക് തന്ന വാല്യൂ 4 ആണ്, ഇവിടെ തന്ന വാല്യൂ 4, ഇവിടെ കിട്ടിയ ഡിസ്റ്റൻസും 4 തന്നെയാണെങ്കിൽ അവിടെ എക്സിൻ്റെ വാല്യൂസ് ആയിട്ട് എക്സിന് വരാൻ പറ്റുന്ന സ്ഥലങ്ങൾ ആയിരിക്കാമെന്ന് അറിയാം നിങ്ങൾക്ക് ആദ്യം. ഒന്നെങ്കിൽ എക്സ് ഈ 2ൽ വരാം, 2ൽ വന്നാൽ 2 നിന്ന് 2ലേക്കുള്ള ദൂരം 0 വരും, 2 നിന്ന് 6ലേക്കുള്ള 4, അത് രണ്ടും കൂടെ കൂട്ടിയ 4 വരും. അപ്പോൾ എക്സിന് വരാൻ പറ്റിയ സ്ഥലം ഒന്നെങ്കിൽ 2 ഓർ അതല്ലെങ്കിലോ എക്സ് ആരായിരിക്കണം? 6 ആയിരിക്കണം. ഓർ എനി നമ്പർ ബിറ്റ്വീൻ 2 ആൻഡ് 6, 2ൻ്റെയും 6ൻ്റെയും ഇടയിലുള്ള ഏത് നമ്പർ ആയാലും, ഈ കാണുന്ന 2ൻ്റെയും 6ൻ്റെയും ഇടയിലുള്ള ഏത് നമ്പർ വന്നാലും ഈ പറഞ്ഞ പ്രോപ്പർട്ടി അനുസരിക്കും. ഞാനിതിൻ്റെ ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല, കാരണം ഇത് പഴയ സിലബസ് പ്രകാരമുള്ള ചോദ്യമാണ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇതാ ഇങ്ങനെയാണ്. വാട്ട് ആർ ദ നമ്പർ സാറ്റിസ്ഫൈങ് ദ ഇക്വേഷൻ മോഡ് എക്സ് മൈനസ് 2 പ്ലസ് മോഡ് എക്സ് മൈനസ് 6 സീക്വൽ ടു 5. നേരത്തെ 4 മാറിയിട്ട് ഇവിടെ എന്തായി? 5 ആയി എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് നോക്കാം. ഇതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം നമ്മളിത് പഴയ സിലബസ് പ്രകാരം പഠിക്കാനുള്ള ചോദ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ബി ക്വസ്റ്റ്യൻ, മോഡ് എക്സ് മൈനസ് 2 സീക്വൽ ടു മോഡ് എക്സ് മൈനസ് 6 ഈക്വൽ ടു അല്ല അല്ലേ, പ്ലസ് മോഡ് എക്സ് മൈനസ് 6 ഈക്വൽ ടു 5 ആണ്. ഇവിടെ ഉള്ള ആൾ പ്ലസ് ആണ്. ഇനി ഇവിടെയും ചെയ്യേണ്ടത് നിങ്ങൾ ഇതേപോലെ ഒരു നമ്പർ ലൈൻ വരയ്ക്കുക. ആദ്യം മീനിങ് എഴുതി വെക്കുക. മീനിങ് ഒക്കെ നമ്മളെ മേലെ തന്നെ ഉണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 2 ആണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 6 ആണ്, ഇവിടെ അത് 5 ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്പർ ലൈൻ വരയ്ക്കുക. നമ്പർ ലൈനിൽ 2ഉം 6ഉം മാർക്ക് ചെയ്യുക. ആ 2ഉം 6ഉം നമ്മളുടെ ഡിസ്റ്റൻസ് നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. അത് എത്ര കിട്ടുക? 4 ആണ്. ഇനി ഇവിടെ തന്ന നമ്പർ 5ഉം നമുക്ക് കിട്ടിയ ഡിസ്റ്റൻസ് 4 അല്ലേ? നമ്മുടെ ഡിസ്റ്റൻസിനേക്കാൾ വലുതാണെന്ത്? നമുക്ക് കിട്ടിയ നമ്പർ. എടാ അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ഗ്യാപ്പ് ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിക്കുക. ഡിഫറൻസ് എത്രയാണ് വരിക? 5 മൈനസ് 4 സീക്വൽ ടു 1 ആണ് വരിക. എത്രയാണ് വരിക? 1. ആ 1ൻ്റെ പകുതി മാറിയിട്ടായിരിക്കും എക്സ് വരിക. ആ 1ൻ്റെ പകുതി എത്രയാണ്? 1ൻ്റെ പകുതി എത്രയാണ്? ഹാഫ് ആണ്. ശ്രദ്ധിച്ചോളണേ, എക്സിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ ഈ 2വിൽ നിന്ന് ഹാഫ് യൂണിറ്റ് ഇപ്പുറത്തേക്കായിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 2വിൽ നിന്ന് ഹാഫ് യൂണിറ്റ് മാറിയിട്ട് ഇതാ ഇവിടെ വരും, അതല്ലെങ്കിൽ എക്സ് 6ൽ നിന്ന് ഹാഫ് യൂണിറ്റ് പുറത്തേക്ക് മാറിയിട്ട് ഇവിടെ വരും. ഈ രണ്ട് വാല്യൂസ് വരിക. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ 2 മൈനസ് ഹാഫ് സീക്വൽ ടു 1.5 വരും. ഇപ്പുറത്ത് വരികയാണെങ്കിൽ 6 പ്ലസ് ഹാഫ് സീക്വൽ ടു 6.5 വരും. ഇത് ഞാൻ പറഞ്ഞു, ഇതിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പഴയ സിലബസ് പ്രകാരം പഠിക്കാനുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് ജസ്റ്റ് കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഡിസ്റ്റൻസ് നോക്കുക, കൂടുതലാണ് നമ്പർ എന്നെങ്കിൽ അവർ നമ്മൾ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. 1 ആണ്. അതിൻ്റെ പകുതി കാണുക. ഇനി 2ൽ നിന്ന് ഇപ്പുറത്തേക്ക് അത് കുറയ്ക്കുക, 6ൽ നിന്ന് അപ്പുറത്തേക്കും കുറയ്ക്കുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ 1.5, അതല്ലെങ്കിലോ ഓർ 6 പ്ലസ് ഹാഫ്. 6 പ്ലസ് ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 6.5 എന്ന് വരും. ഈ രണ്ട് വാല്യൂസാണ് എക്സിന് പോസിബിൾ ആയിട്ടുള്ളത്. ഇനി അതിൻ്റെ തേർഡ് സബ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. തേർഡ് സബ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആർ ദർ നമ്പർ എക്സ് സാറ്റിസ്ഫൈങ് ദ ഇക്വേഷൻ മോഡ് എക്സ് മൈനസ് 2 പ്ലസ് മോഡ് എക്സ് മൈനസ് 6 ഇസ് ഈക്വൽ ടു 3. റൈറ്റ് ദ റീസൺ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം നോക്കുക, ഇവർ തമ്മിലുള്ള കൂട്ടിയപ്പം കിട്ടിയത് 3 ആണ്. എത്രയാണ്? 3 ആണ്. നിങ്ങൾ നമ്പർ ലൈൻ വരച്ചിട്ട് 2ഉം 6ഉം നേരത്തെ പറഞ്ഞാൽ ആദ്യം എഴുതി വെക്കും. മോഡ് എക്സ് മൈനസ് 2 പ്ലസ് മോഡ് എക്സ് മൈനസ് 6 ഇസ് ഈക്വൽ ടു 3 എന്നൊക്കെ എഴുതി വെക്കും. നമ്പർ ലൈൻ വരയ്ക്കും. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ കണ്ടുപിടിക്കും. 2ഉം 6ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും.
2ഉം 6ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 4 യൂണിറ്റ് ആണ്. മക്കളെ ശ്രദ്ധിച്ചോ, ഡിസ്റ്റൻസ് 4ഉം ഇവിടെ കിട്ടിയ നമ്പർ 3ഉമാണെങ്കിൽ there ഈസ് നോ സച്ച് നമ്പർ എക്സ്. അങ്ങനത്തെ ഒരു എക്സ് എന്ന് പറയുന്ന നമ്പർ അവിടെ ഇല്ല എന്നാണ് ആൻസർ. ഇതും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, പഴയ സിലബസ് പ്രകാരം നമുക്ക് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. അവിടെ ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. പുതിയ സിലബസിൽ ഇതില്ല, അതുകൊണ്ട് നോക്കണ്ട. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്തുകൊണ്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല, ജസ്റ്റ് പോയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ 35 ക്വസ്റ്റ്യൻസ് ഇതും ആദ്യം ഒരു 1 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസും 3 വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 വീഡിയോസും നമ്മളുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മൾ ക്രിസ്മസ് എക്സാം 2024 റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തംബ്നെയിലൊക്കെ കാണാം, അതിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ചെക്ക് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്